ജനങ്ങളോടൊക്കെ പള്ളിയിലേക്ക് ഒരുമിച്ച് കൂടാൻ വേണ്ടി പറയും. എല്ലാവരും വരട്ടെ എന്ന് പറയും. എല്ലാവരും വന്നു. അൽഹംദുലില്ലാഹ്. എല്ലാവരും സ്വഹാബികൾ പള്ളിയിൽ ഇരിക്കാൻ. ഹബീബായ നബി തങ്ങൾക്ക് പനിയാണ്, നല്ല പനി വരുന്നുണ്ട് തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും വന്നപ്പോൾ നബി തങ്ങൾ മിമ്പറിൽ കയറി. ജുമുഅക്ക് മാത്രമല്ല തങ്ങൾ മിമ്പറിൽ കയറാം. നബി തങ്ങൾ അത്യാവശ്യമായ വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയങ്ങൾ അറിയിക്കേണ്ടി വരുമ്പോൾ നബി തങ്ങൾ മിമ്പറിൽ കയറും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടാണ് പറഞ്ഞു കൊടുക്കുക. ഖുത്ബ നടക്കണമെന്ന് നിർബന്ധമില്ല. ഖുത്ബ അല്ലെങ്കിലും വെള്ളിയാഴ്ച അല്ലെങ്കിലും നബി തങ്ങൾ മിമ്പറിൽ കയറിയിട്ട് സംസാരിക്കാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ കയറി അല്ലാഹുവിനെ ഹംദ് ചൊല്ലി എല്ലാം കഴിഞ്ഞ് അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നഹു ഖദ് ദനാ മിന്നി ഖലൂഫുൻ മിൻ ബൈനി അദ്ഹുരികും വലൻ തറൗനി ഫീ ഹാദൽ മഖാമി ഫീകും അലാ ഫമൻ കുൻതു ജലത്തു ലഹു ളഹറൻ ഫഹാദാ ളഹരി ഫൽയസ്തഖിദ് മിൻ. സ്വഹാബികളെ, ഇനി ഒരിക്കലൂടെ എനിക്ക് നിങ്ങളെ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. ഹബീബിന്റെ അവസാനത്തെ സംസാരമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികളെ, ഇനി ഒരിക്കലൂടെ ഈ മഖാമിൽ നിന്നുകൊണ്ട് എനിക്ക് നിങ്ങളെ കാണാൻ കഴിഞ്ഞെന്ന് വരികയില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് അടുത്തു വന്നിരിക്കുക, ശ്രദ്ധിച്ചു കേൾക്കുക ഞാൻ പറയുന്നത്. ഞങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അലാ, അറിയണേ, ഞാൻ ആരുടെയെങ്കിലും പുറത്ത് ശരീരത്തിലെങ്ങാനും ആരെയെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പുറമിതാ, എൻ്റെ ശരീരമിതാ ഇവിടെ ഇപ്പോൾ പകരമെടുത്തോളൂ. പനി പിടിച്ച നബിയാണ് ഈ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ കുൻതു അഖദ്തു ലഹു മാലൻ ഫഹാദാ മാലി ഫൽയഖുദ് മിൻഹു. ഞാൻ ആരുടെയെങ്കിലും പൈസ അപഹരിച്ചിട്ടുണ്ടെങ്കിൽ മഅദല്ലാഹ് നബി ഇത് ചെയ്യൂല. ഹബീബ് നമുക്ക് പറഞ്ഞുതരാൻ, ഞാൻ ആരോടെങ്കിലും പൈസ ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതാ എൻ്റെ പൈസ ഇവിടെയുണ്ട്, അതിൽ നിന്ന് വേണ്ടവർക്ക് വേണ്ടതെടുക്കാം. വമൻ കുൻതു ശതംതു ലഹു ഇർളാ ഫഹാദാ ഇർളി ഫൽയസ്തഖിദ് മിൻ. ഞാൻ ആരുടെയെങ്കിലും അഭിമാനം ക്ഷതം വരുത്തിയിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും അഭിമാനം ക്ഷതം വരുത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിമാനമിതാ, എന്നെ ചീത്ത പറഞ്ഞോളൂ. ഹബീബ് പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതികാരം എടുത്തോളൂ എന്നോട്, എൻ്റെ അഭിമാനമിതാ. ഹാദാ ഇർളി. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്വതക്ക അതാണ്, നമ്മുടെ അഭിമാനം സ്വതക്ക ചെയ്യാനാണ്. ആളുകൾ ചീത്ത പറഞ്ഞു എന്ന് വിചാരിക്കുക, കളിയാക്കി എന്ന് വിചാരിക്കുക, മൈക്ക് കെട്ടി പ്രസംഗിച്ചു എന്ന് പറയാം. ഞാൻ അവർക്ക് പുറത്തു കൊടുത്തു, നിങ്ങൾ സാക്ഷി, അള്ളാഹു സാക്ഷി. നമ്മുടെ ഈ ഭാഗത്തൊക്കെ അങ്ങനെ ആരോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അൽഹംദുലില്ലാഹ്. അതിനൊന്നും നമ്മുടെ അമലിന്ന് അങ്ങോട്ട് പോണില്ലല്ലോ, അവരമൽ ഇങ്ങോട്ട് കിട്ടിയെങ്കിലേ ഉള്ളൂ. നമ്മൾ ആ അമലിന് അർഹരാണ്, നമുക്ക് വേണ്ടെന്ന് പറയാൻ പറ്റില്ല. റബ്ബേ, കുറച്ച് അമലൊക്കെ ഒരുത്തർ തരാന്ന് പറയുമ്പോൾ നമ്മളോട് അത്രയും സ്നേഹമുള്ളവരെ നമ്മളെ ചീത്ത പറയുള്ളൂ എന്നാ. കാരണം അവരമല നമുക്ക് തരുന്നത് എന്തല്ല, പൈസ അല്ല. അത് കുറെ ആൾക്കാരുടെ മുമ്പിൽ ചെവിയിൽ പറയുമ്പോൾ അത്രയും ആളുകളോട് ഒരു മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് എൻ്റെയൊക്കെ കൂലി ചെറുതാണോ, ഓരോ ആൾക്കും പകരം കിട്ടും. പക്ഷെ അവർക്ക് നമ്മൾ പുറത്തു കൊടുക്കുകയാണ്. പുറത്തു കൊടുത്തു, അതിനൊക്കെ പകരം അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. അതിലെന്തെങ്കിലും മോശമായ നിയ്യത്തുകൾ അവർക്കുണ്ടെങ്കിൽ അള്ളാഹു അത് നന്നാക്കി കൊടുക്കട്ടെ, നല്ല മനസ്സ് കൊടുക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. എൻ്റെ അഭിമാനം എടുത്തോളൂ, അങ്ങനെ ഹാദാ ഇർളി, നിങ്ങൾ എടുത്തോളൂ, കുഴപ്പമില്ല. നബി തങ്ങൾ പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ആരെയെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ശരീരം ഇതാ അടിച്ചോളൂ. ഞാൻ ആരോടെങ്കിലും സമ്പത്ത് വാങ്ങി തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ ഇതാ എൻ്റെ സമ്പത്ത്. ഞാൻ ആരെയെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിമാനം ഇതാ നിങ്ങൾ എടുത്തോളൂ എന്ന് ഹബീബുനാ റസൂലുള്ളാഹ്, ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു. വലാ യഖൂലന്ന ഖായിലുൻ, ആരും പറഞ്ഞു പോവണ്ട, ഇന്നി അഖ്ശ ശഹ്നാ, വെറുപ്പെനിക്ക് വിഷമമാണ്, വെറുപ്പെനിക്ക് പേടിയാണെന്ന് പറയണ്ട. എന്നെ വെറുക്കുമോ, അത് പേടിച്ചിട്ടാണോ ഞാനീ പറയുന്നത് എന്നാരും വിചാരിക്കണ്ട. അലാ, അറിയണേ, വഇന്ന ശഹ്നാ ലൈസത് മിൻ ശഅനി, വെറുക്കുന്നത് എൻ്റെ സ്വഭാവമല്ല. നബി തങ്ങൾ പറയാം, നമ്മളും നബിയെ പിൻപറ്റണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ വെറുക്കണ്ട. ആൾക്കാരങ്ങനെ വെറുത്തു. നമുക്കൊരു പക്ഷേ ചില വിഷയങ്ങളൊക്കെ മുഖം നോക്കാതെ പറയേണ്ടി വരും. വലിയ വലിയ ഫിത്നകളും പ്രശ്നങ്ങളൊക്കെ ഉമ്മത്തിൽ ഉണ്ടാകുമ്പോൾ അത് പറയേണ്ടി വരും.
നമ്മൾ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യും, വ്യക്തികളെ ആക്ഷേപിക്കൂല. പക്ഷേ അതിലൊക്കെ ആർക്കെങ്കിലും വിഷമം തോന്നുന്നുണ്ടോ, അത് ഈ ദീനിന്റെ മസ്ലഹത്തിന് വേണ്ടി മാത്രമാണ്, ഉമ്മത്തിന്റെ മസ്ലഹത്തിന് വേണ്ടി മാത്രമാണ്, വേറൊന്നും അതിൽ ലക്ഷ്യമില്ല. നബി തങ്ങൾ പറയുന്നു, വെറുപ്പിന്റെ സ്വഭാവമല്ല. അലാ ഇന്ന ശഹനാഅ ലൈസത് മിൻ ശഅനി വലാ മിൻ ഖുലുഖി, വെറുക്കുന്നത് എൻ്റെ സ്വഭാവമല്ല, എൻ്റെ രീതിയുമല്ല. وإن أحبكم إلي من أخذ حقا إن كان له علي أو حللني, എനിക്ക് നിങ്ങളിൽ നിന്ന് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ അവനവന്റെ ഹക്ക് എന്നിൽ നിന്ന് പിടിച്ചു വാങ്ങുന്ന ആളാണ്. നബിയെ, അങ്ങനെ അടിച്ചു, അങ്ങ എനിക്ക് അടിക്കണം, അങ്ങന്റെ സമ്പത്തെടുത്തു, അങ്ങയുടെ പൈസ എനിക്ക് വേണം, അങ്ങനെ ചീത്ത പറഞ്ഞു, എനിക്ക് അങ്ങയെ ചീത്ത പറയണമെന്ന് ആര് പറയുന്നുണ്ടോ അവരോടാണ് എനിക്ക് ഇഷ്ടം എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഔ ഹല്ലലനി, അല്ലെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ടു തന്നു. നബിയെ, വേണ്ട നബിയെ, എനിക്ക് മാപ്പ് തന്നു, എനിക്കവരെയാണ് ഇഷ്ടം. ഞാൻ അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ വലൈസ ലി അഹദിൻ ഇൻദി മദ്ലമ, ആരെയും ദുൽമ ചെയ്തതായി അല്ലാഹുവിന്റെ മുമ്പിൽ പരാതി പറയപ്പെടരുത്. ഞാൻ ആരെയും ദുൽമ ചെയ്തു എന്ന് പറയരുത്. അങ്ങനെ റബ്ബിന്റെ മുമ്പിലേക്ക് ചെല്ലണം. അതുകൊണ്ട് സ്വഹാബികളെ, എനിക്ക് മാപ്പ് തരണേ എന്ന് അല്ലാഹുവിന്റെ റസൂലാണ് സ്വഹാബികളെ പള്ളിയിൽ വിളിച്ചു പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാപ്പ് കൊടുക്കുക, നമ്മൾ മാപ്പ് ചെയ്യാൻ വേണ്ടി അപേക്ഷിക്കുക. നമ്മൾ ഓരോരുത്തരും, ഞാനിത് നിങ്ങളോട് പറയുന്നു, ഇനി കേൾക്കുന്നവരോടും, ആർക്കെങ്കിലും അങ്ങനെ വല്ല വിഷമമുണ്ടോ, പൊരുത്തപ്പെട്ട് തരണം. എന്തേ? അല്ലാഹുവിനെ ഉദ്ദേശിച്ച്. ഒരാൾക്ക് വേണമെങ്കിൽ പൊരുത്തപ്പെട്ട് തരൂല എന്നൊക്കെ പറയാൻ പറ്റും, പക്ഷെ പൊരുത്തപ്പെടിച്ചാൽ പൊരുത്തപ്പെട്ട് കൊടുക്കണം എന്നാണ്. മാപ്പ് ചോദിച്ചാൽ എന്ത് ചെയ്യണം? മാപ്പ് ചെയ്ത് കൊടുക്കണം എന്നാണ്. നമുക്ക് ചോദിക്കലേ ബാധ്യതയുള്ളൂ, മാപ്പ് തരൽ ചോദിക്കപ്പെട്ടവരുടെ ബാധ്യതയാണെന്നാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊരുത്തപ്പെടിക്കുക. മരിച്ചുപോയി പോണ്ടേ, ഖബറിൽ പോയി കിടക്കണ്ടേ. അല്ലാഹു നമുക്ക് അവിടം സന്തോഷകരമാക്കി തരട്ടെ. ഹബീബായ നബിതങ്ങൾ ഈ വാക്കുകൾ പറഞ്ഞ് മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങുന്നു. നബിതങ്ങൾ വീട്ടിലേക്ക് കടക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടാണ്. തൊട്ടടുത്ത വാതിൽ തുറന്നാൽ കിട്ടുന്നത് ബീവിയുടെ വീടാണ്. പനി ബാധിക്കുന്ന നബിതങ്ങൾക്ക് ശരീരം മുഴുവനും താങ്ങാൻ കഴിയാത്ത പനി. മുച്ചനബിതങ്ങൾ പനി ബാധിച്ച് കിടക്കുകയാണ്. വിരിപ്പിൽ ഒന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ. അള്ളാന്റെ ഹബീബിന്റെ ശരീരത്തിൽ പനി വരുമ്പോൾ, വല്ലാഹി ഇന്നക ലതുഅകു കമാ യുഅകു റജുലാനി മിന്നാ, നബിയെ, ഞങ്ങളിൽ രണ്ടാൾക്ക് പനി ബാധിക്കുന്ന പോലെ നിങ്ങൾക്ക് പനി വരുന്നുണ്ടല്ലോ നബിയെ, രണ്ടാളുടെ പനി പോലെ. അങ്ങനെ നബിക്ക് പനി വരുമ്പോൾ ശക്തമായ ഡബിളാ നബിക്ക് പനി വരും, നമ്മളെ പോലെയല്ല. ഞങ്ങൾ പറഞ്ഞു, ബലാ, അതങ്ങനെ തന്നെ. എന്തിനെന്നറിയോ? 2 പനിയുടെ കൂലി അല്ലാഹു എനിക്ക് തരാനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, ഹബീബ് അങ്ങനെ പറയാം. ഇന്നല്ലാഹ് കഷ്ടപ്പെടുത്തിയില്ലോ, എനിക്കല്ലാഹു ഒരുപാട് വേദന തന്നല്ലോ, എനിക്കല്ലാഹു ഒരുപാട് ചൂടെന്റെ പനിക്ക് തന്നല്ലോ. അങ്ങനെയല്ല, അങ്ങനെ ആവുമ്പോൾ എനിക്ക് 2 പനിച്ചതിന്റെ കൂലി തരും. 1 പനിച്ചതിന്റെ കൂലി 1 പനിക്ക്, 2 പനിയുടെ ചൂടില്ലേ, എനിക്ക് 2 പനിയുടെ പരീക്ഷണത്തിന്റെ കൂലി തരാനാണ് അല്ലാഹു അങ്ങ് തരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികളെല്ലാം ഹബീബിനെ ഇശാ നിസ്കാരത്തിന് കാത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കാക്കുന്നു. ആ മെഹ്റാബിലേക്ക് ഹബീബ് ഒന്ന് വന്ന് നിൽക്കണം. ഹബീബിന്റെ കീഴിൽ, ഹബീബിന്റെ പിറകിൽ നിന്ന് മഅമൂമികളായി നിസ്കരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാഇന് വരാൻ നിൽക്കുന്നു. ഹബീബിന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, വിരുപ്പിന്ന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. നബി തങ്ങൾക്ക് വരാൻ താമസായപ്പോ എല്ലാവരും പറയാൻ തുടങ്ങി, അസ്വലാ അസ്വലാ, നിസ്കാരം നിസ്കാരം. നബിയെ ഓർമ്മിപ്പിക്കാനാവണം സ്വഹാബിമാർ പള്ളിയിൽ നിന്ന് അസ്വലാ അസ്വലാ wudu എടുത്ത് കാത്തിരിക്കുകയാണ്. ഇമാം വന്നിട്ടില്ല, ഹബീബ് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഹബീബ് ചോദിച്ചു, അസ്വല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? ആയിഷ, ജനങ്ങൾ നിസ്കരിച്ചോ? അവരൊക്കെ പറഞ്ഞു, യാ റസൂലല്ലാഹ് വഹും യന്തദിറൂനക, അവരങ്ങയെ കാത്തിരിക്കുകയാണ് നബിയെ, അവരാരും നിസ്കരിച്ചിട്ടില്ല, അങ്ങ് വരുമെന്ന് കാത്തിരിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു സ്വഹാബികളോട്, എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല സ്വഹാബ, എനിക്ക് വരണമെന്നുണ്ട്, മെഹ്റാബിലേക്ക് നിൽക്കണമെന്നുണ്ട്, നിങ്ങൾക്ക് ഇമാമാവണമെന്നുണ്ട്, എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. സുബ്ബൂലി മാഅൻ ഫിൽ മിഖ്ളബി, ആ വലിയ പാത്രത്തിലെ വെള്ളം എന്റെ തലയിലേക്കൊന്ന് ഒഴിച്ചു തരുമോ എന്ന് പറഞ്ഞു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഹബീബിനെ കൊണ്ടുവന്നിരുത്തി ഹബീബിന്റെ തലയിലേക്ക് ഒരുപാട് ബക്കറ്റ് വെള്ളം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരീരം പനിച്ച് വിറക്കുകയാണ്, ചൂട് താങ്ങാൻ പറ്റാത്ത ചൂടാണ്. ഹബീബായ നബി തങ്ങൾ ശരീരം തണുത്തു എന്ന് കണ്ടപ്പോൾ ഒന്ന് എഴുന്നേൽക്കാൻ നോക്കി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിരൽ കൊണ്ട് പറഞ്ഞു, മതി, വെള്ളം ഒഴിച്ചത് മതി, വെള്ളം നിർത്തി. ഹബീബ് എഴുന്നേൽക്കുകയാണ്. ഹബീബ് എഴുന്നേൽക്കാൻ കൈകുത്തി നിന്നപ്പോഴേക്കും ബോധം കെട്ട് വീണുപോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. പനിയുടെ ശക്തി കാരണം. സ്വഹാബത്ത് നോക്കുകയാണ്, 63 വയസ്സുള്ള, ശരീരത്തിൽ ഒരു കുടവയറ് പോലും വന്നിട്ടില്ലാത്ത, ആരോഗ്യത്തിന് കാര്യമായ ഒരു പ്രശ്നവുമില്ലാത്ത ഹബീബായ നബി തങ്ങളാണ് പനി ബാധിച്ച് എഴുന്നേൽക്കാൻ പറ്റാതെ വീഴുന്നത്. ഹബീബിന്റെ ബോധം തെളിയുന്നവരെ അവർ നോക്കി നിന്നു. ബോധം തെളിഞ്ഞപ്പോൾ ഹബീബ് ചോദിച്ചു, അസ്വല്ലന്നാസ്, എന്റെ സ്വഹാബികൾ നിസ്കരിച്ചോ? നോക്കണം, ഹബീബിന്റെ ചോദ്യത, നിസ്കരിച്ചോ? ഇല്ല നബിയേ, ഇല്ല നബിയേ, വഹും യന്തളിറൂനക, അങ്ങയെ കാത്തിരിപ്പാണ് നബിയേ, അങ്ങ് വരുമെന്ന് വിചാരിച്ചവരൊക്കെ പള്ളിയിലുണ്ട്. ഹബീബ് ഒന്നുകൂടെ പറഞ്ഞു, എന്റെ തലയിലോട്ട് ഇനിയും കുറച്ച് ബക്കറ്റ് വെള്ളം ഒഴിച്ചു തരുമോ? ഞാനൊന്ന് നോക്കട്ടെ, ഒന്ന് എഴുന്നേറ്റ് പോകാൻ കഴിയുമോ? എവിടേക്കാണ് ഈ പറയുന്നത്? ആയിഷ ബീവിയുടെ റൂമിന്റെ വാതിൽ തുറക്കുന്നത് പള്ളിയിലേക്കാണ്. ആ പള്ളിക്ക് ഹബീബിന് നടക്കാൻ പറ്റാത്തത്, അത്ര വലിയ ക്ഷീണം. രണ്ടാമതും ഹബീബിന്റെ തലയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പുണ്യനബി വിരൽ കൊണ്ട് പറഞ്ഞു, ശരീരം തണുത്തെന്ന് തോന്നിയപ്പോൾ മതി 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 എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. അവര് നിർത്തി. ഹബീബ് കൈകൊണ്ട് ഭൂമിയിൽ തടവി. ഭൂമിയിൽ വെച്ച് നബി തങ്ങൾ എഴുന്നേൽക്കാൻ നിൽക്കുമ്പോഴേക്കും ഹബീബിന്റെ ബോധം നഷ്ടപ്പെടുന്നു. നബി തങ്ങൾ ബോധം കെട്ട് വീഴുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണ് തുറക്കുന്നവരെ സ്വഹാബിമാർ ആ പുണ്യ ഹബീബിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ നിന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ഹബീബ് കണ്ണു തുറന്നു. ചോദിച്ച ആദ്യത്തെ ചോദ്യം പഴയ പോലെ തന്നെ, അസ്വല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? ഇല്ല നബിയേ, ഇല്ല നബിയേ, ഇല്ല നബിയേ, അങ്ങയെ കാത്തിരിക്കുകയാണ്. അള്ളാഹുവിന് വേണ്ടി ധർമ്മസമരം ചെയ്ത ശരീരമാണ് ഹബീബിൻ്റെത്. രാത്രികാലങ്ങളിൽ നിന്ന് നിസ്കരിച്ചിട്ട് കാലിൽ നീര് വന്ന കാലുകളാണ് ഹബീബിൻ്റെത്. അവിടുത്തെ മുൻപല്ല് പൊട്ടിപ്പോയത് അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്തപ്പോഴാണ്. ഹബീബിന്റെ റുബായിയത്ത് പൊട്ടിപ്പോയത്. ഹബീബിന്റെ ശരീരത്തിൽ നെറ്റിയിൽ ഹബീബിന്റെ യുദ്ധത്തിൽ ഏറ്റ മുറിവുകളുടെ അടയാളമുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തിന്റെ ആനന്ദം അറിഞ്ഞ ഹബീബാണത്. എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. മൂന്നാമതും വെള്ളം ഒഴിക്കാൻ വേണ്ടി പറഞ്ഞു. ഹബീബിന് സാധിച്ചില്ല എഴുന്നേൽക്കാൻ. അപ്പോഴാ പറഞ്ഞത്, മുറൂ അബൂബക്കറിൻ ഫൽയുസല്ലി ബിന്നാസ്, സിദ്ദീഖ് എന്നവരോട് പറയണം, അവർ ഇമാമായി നിൽക്കട്ടെ മെഹ്റാബിലേക്ക്, എനിക്ക് പകരം സിദ്ദീഖ് എന്നവർ നിൽക്കട്ടെ. ബിലാൽ എന്നവർ ഇഖാമത്ത് കൊടുക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബ് നിന്ന് മെഹ്റാബിലേക്ക് ആദ്യമായി ഹബീബ് അടുത്തുണ്ടായിരിക്കെ നിൽക്കാൻ പോവുകയാണ്. സിദ്ദീഖ് എന്നവരെ ഖുർആൻ ഓതി സ്വഹാബത്തിന് കേൾക്കാൻ കഴിയുന്നില്ല. ശബ്ദമില്ലാത്തത് കൊണ്ടല്ല, കണ്ഠമിടറുകയാണ്, കരയുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇശാ നിസ്കാരം കഴിഞ്ഞു. ജനങ്ങളൊക്കെ പോയി. സുബഹി നിസ്കാരം വന്നു. സിദ്ദീഖ് എന്നവർ തന്നെ ഇമാമ്. അങ്ങനെ ദിവസങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് ഇമാമായി നിൽക്കുന്നു. മുത്തുനബി തങ്ങൾ വിരിപ്പിൽ കിടക്കുകയാണ്. തിങ്കളാഴ്ച ദിവസം അബ്ബാസ് എന്നവരെയും അലി തങ്ങളെയും നബി തങ്ങൾ വിളിച്ചു. ഹബീബായ നബി തങ്ങളെ നിവർത്തി ഒന്ന് ഇരുത്തിയവിടെ നബി തങ്ങൾ രണ്ടുപേരുടെയും തോളിൽ കൈവച്ചുകൊണ്ട് കാലിങ്ങനെ മണ്ണിൽ തൂക്കിയിടുന്ന പോലെ നടന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീടിന്റെ ചെറിയൊരു കർട്ടനിലൂടെ ഹബീബ് നോക്കി, സ്വഹാബത്തിനെ നോക്കി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ സ്വഹാബികളെ കാണുമ്പോൾ അവർ സുബ്ഹിക്ക് വന്ന് നിസ്കാരത്തിന് കാത്തിരിക്കുകയാണ്. മുത്തുനബി തങ്ങൾ പുഞ്ചിരിച്ചു, ഒരു പൂർണ്ണ ചന്ദ്രനെ പോലെ. ആ ക്ഷീണിച്ച നബി തങ്ങൾ നിസ്കരിക്കാൻ നേതൃത്വം കൊടുക്കാൻ വരുമെന്ന് വിചാരിച്ചു. പക്ഷേ ഹബീബിന് വരാൻ കഴിഞ്ഞില്ല. ഫിറാഷിലേക്ക്, ഹബീബിന്റെ വിരിപ്പിലേക്ക് നബി തങ്ങൾ മടങ്ങുകയാണ്. ആയിഷ ബീവി പറയട്ടെ, റഅയ്തു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിനെ ഞാൻ കണ്ടു, വഹുവ യമൂത്ത്,
ഹബീബ് ലോകത്തോട് വിട പറയുന്ന നേരം എനിക്ക് ഓർമ്മയുണ്ട്. ആ പരിശുദ്ധമായ ശരീരം അലാ നഹരി മാ ബൈന ഹിജ്രി വ നഹരി, എൻ്റെ മടിയിലാണ് ഹബീബ് തലവെച്ച് കിടക്കുന്നത്. ഹബീബിന്റെ മരണനേരം എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നബി തങ്ങൾ ആ വെള്ളത്തിലേക്ക് കൈയിടുകയും കൈകൊണ്ട് മുഖം ഇങ്ങനെ തടവുന്നുണ്ട്. നബി തങ്ങൾ മുഖം തടവുന്നു വെള്ളം കൊണ്ട്. എന്നിട്ട് പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി ലസകറാത്ത്. മരണത്തിന് ചില വിഷമങ്ങളുണ്ടല്ലോ, റൂഹ് ശരീരത്തിൽ നിന്ന് പോവാൻ ചില പ്രയാസങ്ങളുണ്ടല്ലോ എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയാൻ തുടങ്ങി. അവര് പറയുന്നു വാ കർബ അബതാ വാ കർബ അബതാ, എന്റെ ഉപ്പാക്ക് ഇതുവരെ ഇങ്ങനെ ഒരു അസുഖം വന്നിട്ടില്ലല്ലോ, എന്തേ എന്റെ ഉപ്പാക്ക് പറ്റിയത്? ഉപ്പാ, എന്റെ ഉപ്പയുടെ വിഷമമേ എന്ന് വഫാത്താകുന്ന ഹബീബിനോട് ഹബീബിന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ ഹബീബ് അത് കേൾക്കുമ്പോ ക്ഷീണിച്ച് കിടക്കുമ്പോ മരണത്തിന്റെ മുഖാമുഖം കാണുന്ന നേരമായിട്ട് കൂടി മുത്തനബി തങ്ങൾ മോളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഫാത്തിമ ലൈസ അലാ അബീകി കർബുൻ ബഅദൽ യൗം, ഈ ദിവസം കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഉപ്പാക്ക് വിഷമമില്ല ഫാത്തിമ. ഉപ്പായുടെ വിഷമം ഇന്നത്തോടെ തീരും, ഉപ്പയുടെ വേദന തീരും ഫാത്തിമ, ഉപ്പയുടെ അസുഖം തീരും ഫാത്തിമ. ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ ഉപ്പാക്ക് വേദനയില്ല, വേദനകളില്ലാത്തൊരു ലോകത്തേക്ക് സന്തോഷത്തോടെ യാത്ര പറയുകയാണ് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു ഫജഅൽതു അംസഹു വജ്ഹഹു ബിയദി, എൻ്റെ കൈകൊണ്ട് ഹബീബിന്റെ മുഖം ഞാൻ ഇങ്ങനെ തടവി കൊടുത്തു. വഅദഉ ലഹു ബിശ്ശിഫാ, എൻ്റെ റസൂലിന് ശിഫ കൊടുക്കണേ, എൻ്റെ ഹബീബിന് ശിഫ കൊടുക്കണേ എന്ന് ഞാൻ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരുന്നു. നബി പറയുന്നു ലാ ആയിഷ, അതൊന്നും പറയണ്ട ആയിഷ, പറയണ്ട. ബൽ അസ്അലുല്ലാഹ റഫീഖൽ അലാ, അല്ലാഹുവിന്റെ പരമമായ സാമീപ്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആയിഷ. ഇന്ന് ഞാൻ പോവുകയാണ് ആയിഷ, ഞാൻ പോവുകയാണ്. മഅ ജിബ്രീല വ മീകാഈല വ ഇസ്റാഫീൽ, ഇന്ന് ഞാൻ ജിബ്രീലിനെ കാണാൻ പോകുന്നു, ഇസ്റാഫീലിനെ കാണാൻ പോകുന്നു, മീകാഈലിന്റെ കൂടെ, അല്ലാഹുവിന്റെ മലക്കുകളുടെ കൂടെ അല്ലാഹുവിന്റെ സാമീപ്യത്തിലേക്കുള്ള യാത്രയാണെന്ന് ആയിഷ ബീവി. എൻ്റെ രോഗം ശിഫയാകാൻ പോകുന്നില്ല, ഞാൻ ഇന്ന് യാത്ര പിരിയുകയാണെന്ന് ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി നബി തങ്ങൾ പറഞ്ഞു ലഅനല്ലാഹുൽ യഹൂദ വൻ നസ്വാറാ. ഹബീബിന്റെ അവസാന വചനങ്ങളാണത്. ലഅനല്ലാഹുൽ യഹൂദ വൻ നസ്വാറാ, ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അല്ലാഹു ശപിക്കാൻ കാരണം ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെല്ലാം അവര് സുജൂദിന്റെ ഇടങ്ങളാക്കി മാറ്റിയത് കാരണം അല്ലാഹു ഇസ്രായേൽ മക്കളിലെ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും അല്ലാഹു ശപിച്ചു. അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ ഇബാദത്ത് ചെയ്യപ്പെടേണ്ടവരല്ല, ഇബാദത്ത് അല്ലാഹുവിനോടാണ്. അവരുടെ ഖബറുകൾ തബറുക്ക് ചെയ്യുന്നു, നമ്മൾ അവരെ തവസ്സുൽ ചെയ്ത് ദുആ ചെയ്യുന്നു, അവരെ സിയാറത്ത് ചെയ്യുന്നു. പക്ഷേ അമ്പിയാക്കന്മാരോ ഔലിയാക്കന്മാരോ ആരാധിക്കപ്പെടുന്നവരല്ല, ആരാധിക്കപ്പെടാൻ പാടുള്ളവരുമല്ല. ഇബാദത്തു ലില്ലാഹി വഹ്ദഹ്. നബി തങ്ങൾ അവസാനം ഓർമ്മിപ്പിക്കുകയാണ് ഇസ്തദ്ദ ഗളബുല്ലാഹ്, അല്ലാഹു ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് അലാ ഖൗമിൻ ജഅലൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ പള്ളിയാക്കി വെച്ചവരോട് അല്ലാഹുവിന് ദേഷ്യമുണ്ട് എന്ന് ഹബീബുനാ നബി തങ്ങൾ ജൂതന്മാരും ക്രിസ്ത്യാനികളും ശിർക്കിലേക്ക് പോയ ഗുരുതരമായ ഘട്ടം നബി തങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഹബീബ് വഫാത്താകാൻ പോകുന്നുവെന്ന സൂചന ഇതിലുണ്ട്. അമ്പിയാക്കന്മാരുടെ ഖബറുകളെ അവരെ എന്ത് ചെയ്തു? മസാജിദുകളാക്കി. അല്ലാഹു തആല അത് ഇഷ്ടപ്പെടുന്നില്ലെന്ന് സ്വഹാബിനെ ഓർമ്മപ്പെടുത്തി അവസാനം മുത്തനബി തങ്ങൾ പറയുന്നു അസ്വലാ,
അസ്സലാഹ് വമാ മലകത് ഐമാനുക്കും. നിസ്കാരത്തിന്റെ കാര്യം ഓർക്കണേ ഉമ്മത്തികളെ, നിസ്കാരം മറന്നു പോവല്ലേ. വമാ മലകത് ഐമാനുക്കും, നിങ്ങൾക്ക് അല്ലാഹു അധികാരം തന്ന നിങ്ങളുടെ കീഴിൽ പാർക്കുന്ന അടിമകള്, അല്ലെങ്കിൽ സ്ത്രീകള്, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിക്കാര്, നിങ്ങളുടെ എംപ്ലോയികള്, അവരോടൊക്കെ നിങ്ങൾ നല്ല നിലക്ക് പെരുമാറണേ. അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ എന്ന് പറഞ്ഞ് അവസാനം ഉച്ചരിച്ച് മാത സയ്യിദുൽ മുർസലീൻ, ലോകത്തിന്റെ ഗുരു അംബിയാഇന്റെ നേതാവ് ലോകത്തോട് വിട പറഞ്ഞു. ഹബീബുനാ റസൂലുള്ളാഹ് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിസ്കാരത്തിന്റെ വിഷയത്തിൽ ജമാഅത്ത് നിസ്കാരത്തിന് ഇമാം നിൽക്കാനുള്ള ആഗ്രഹത്തില് ഹബീബായ നബി ഞങ്ങൾ കൊടുത്ത ഉപദേശങ്ങളൊക്കെ നോക്കൂ. അവസാന നേരമായപ്പോ എല്ലാം ഇടപാടുകൾ തീർക്കുകയാണ്. ആരോടെങ്കിലും ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണേ എന്ന് ഹബീബ് മാപ്പ് ചോദിച്ചു നബി ഞങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് റാഹത്തുള്ള മരണം! ആ പരിശുദ്ധമായ മുഖത്ത് നിന്ന് പുഞ്ചിരിയല്ലാതെ മറ്റൊന്നും സ്വഹാബികൾ കണ്ടില്ലല്ലോ. പരിശുദ്ധമായ ഹബീബിന്റെ ശരീരം 3 ദിവസമാണ് സ്വഹാബിമാർ അവിടെ വെച്ചത് മറവ് ചെയ്യാതെ. സ്വഹാബത്തിന്റെ ഒരു ഇജ്തിഹാദ് അങ്ങനെയായിരുന്നു. ഖലീഫ ആരാണ്, ഹബീബിന്റെ കാലശേഷം ആരാണ് ഉമ്മത്തിനെ നയിക്കേണ്ടത്, അതിൽ തീരുമാനമാവാതെ ഹബീബിനെ മറവ് ചെയ്യണ്ട എന്ന് സ്വഹാബികൾ തീരുമാനിച്ചു. ഹബീബിന്റെ ശരീരത്തിൽ നിന്ന് സുഗന്ധം വരികയാണ്. 3 ദിവസം വെച്ച ശരീരത്തിൽ നിന്ന് സുഗന്ധമല്ലാതെ മറ്റൊന്നും വന്നില്ല. ഉദ്ലിമത്തിൽ മദീന യൗമ തൂഫിയ റസൂലുള്ളാഹ്. ഹബീബായ നബി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞ അന്ന് മദീനക്ക് ഇരുട്ടായിരുന്നു. മദീനയിലൊന്ന് പകലുണ്ടായിട്ടില്ല. മദീനയുടെ പകലിന് പോലും വെളിച്ചമില്ലായിരുന്നുവെന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. നോക്കണം, സൂര്യൻ ഉദിക്കാത്തത് കൊണ്ടല്ല, പ്രഭയില്ലാത്തത് കൊണ്ടല്ല. ഹബീബ് എന്ന പ്രഭ നഷ്ടപ്പെടുമ്പോൾ അവിടെ പിന്നെ പ്രഭ വേണ്ട. തനവ്വറത്തിൽ മദീന യൗമ ദഖലഹാ റസൂലുള്ളാഹ്. ഹബീബായ നബി തങ്ങൾ ഹിജ്റ ചെയ്ത റബീഉൽ അവ്വലിൽ മദീനയിലേക്ക് വരുമ്പോൾ മദീനക്ക് വെളിച്ചമായിരുന്നു എന്ന് പരിശുദ്ധരായ സ്വഹാബിമാർ. ഹബീബ് വഫാത്തായപ്പോൾ പകലിന് പോലും ഇരുട്ടായിരുന്നു. ഹബീബ് ഹിജ്റ ചെയ്ത് കടന്നു വന്നപ്പോൾ രാത്രിക്ക് പോലും വെളിച്ചമായിരുന്നു. ട്യൂബ് ലൈറ്റിന്റെ ആവശ്യം വന്നില്ല. ഇരുളില്ലാത്ത ഒരു രാത്രി മദീനയിൽ കഴിഞ്ഞത് എന്നാണോ ഹബീബിനെ ത്വലഅൽ ബദ്ർ ചൊല്ലി സ്വീകരിച്ചത് അന്നായിരുന്നു. ഹബീബ് വഫാത്തായപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, യാ റസൂലല്ലാഹ്, വെള്ളപ്പുതപ്പ് മൂടി കിടക്കുന്ന ഹബീബിനെ മരണത്തിന്റെ സമയത്ത് കാണാൻ കഴിഞ്ഞില്ല. സിദ്ദീഖ് എന്നവർക്ക് ഒരൽപ്പം ദൂരെയായിരുന്നു. ഓടി വന്ന് ഹബീബ് വഫാത്തായോ എന്ന് സ്ഥിരീകരിക്കാൻ വരുമ്പോ സിദ്ദീഖ് തങ്ങൾ ആ മുഖത്തെ വസ്ത്രം നീക്കിയിട്ട് ആ പരിശുദ്ധമായ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞില്ലയോ, യാ റസൂലല്ലാഹ്, നബിയേ, ത്വബ്ത ഹയ്യം വമയ്യിതാ. ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കിടക്കുമ്പോഴും നബിയേ, എന്തോ ഒരു സുഗന്ധം അങ്ങേക്ക്. അങ്ങ് നല്ലവരല്ലോ, ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കിടക്കുമ്പോഴും എന്ത് സുഗന്ധം നബിയേ നിങ്ങൾക്കെന്ന് ആ മുഖത്തെ ചുംബിച്ചു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ടാണ് സ്വഹാബത്തിനോട് വിളംബരം ചെയ്യുന്നത്. ഉമർ എന്നവർ നടക്കുന്നുണ്ട് പിന്നിലൂടെ, എന്റെ റസൂൽ വഫാത്ത എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ തലവെട്ടും. ഇല്ല ഉമറേ, ഹബീബ് പോയി ഉമറേ, റസൂലുള്ള പോയി ഉമറേ, ഹബീബ് നമ്മളോട് യാത്ര പറഞ്ഞു ഉമറേ. ആരാണിനി നമുക്കുള്ളത് ഉമറേ? അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു കൊണ്ടുപോയി ഉമറേ. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ. ഹബീബ് അല്ലാഹുവിന്റെ ദൂതരല്ലയോ ഉമറേ? ഹബീബ് എങ്ങനെയാണ് മരിച്ചില്ല എന്ന് പറയുന്നത്? ഹബീബിന് മരിക്കണ്ടയോ? അള്ളാഹിന്റെ ദൂതരല്ലേ? ഹബീബ് മനുഷ്യരായി ജനിച്ചവരല്ലേ? ഹബീബ് അള്ളാഹുവിന്റെ അബ്ദല്ലയോ? ഹബീബ് വഫാത്തായിട്ടുണ്ട്.
അഫഇം മാത ഔ ഖുതിലൻ ഖലബ്തും അലാ അഅഖാബികും. ഹബീബ് തങ്ങൾ കൊല്ലപ്പെടുകയോ വഫാത്താവുകയോ ചെയ്താൽ നിങ്ങൾ പുറംതിരിഞ്ഞ് നടക്കുകയാണോ എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തോതുമ്പോഴല്ലേ സ്വഹാബിമാർ അത്ഭുതപ്പെട്ടത്. ഹാഫിളീങ്ങളായ സ്വഹാബിമാർ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു ആയത്ത് ഖുർആനിലുണ്ടോ? അല്ലാഹു ഇതൊക്കെ പറഞ്ഞു വെച്ചിരുന്നോ? ഹബീബ് യാത്രയാകുമെന്ന് അല്ലാഹു ആദ്യമേ അറിയിച്ചിരുന്നുവോ? സ്വഹാബത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല. മൻ അസാബതുഹു മുസീബ, നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും പരീക്ഷണങ്ങൾ വരുമ്പോ, കച്ചവടം പൊളിഞ്ഞു പോകുമ്പോ, ജോലി നഷ്ടപ്പെട്ടു പോകുമ്പോ, ആരോഗ്യത്തിന് പകരം അല്ലാഹു ചാല രോഗങ്ങൾ തരുമ്പോ, മക്കളിലൂടെ പരീക്ഷണം തരുമ്പോ, നാട്ടിലെ വിഷമങ്ങൾ ഉണ്ടാകുമ്പോ നിങ്ങൾ ഓർക്കണേ, ഫൽയദ്കുർ മുസീബതഹു ബി, ഞാൻ മരിച്ചു പോകുന്നതിലൂടെ, ഞാൻ വഫാത്താവുന്നതിലൂടെ ഉമ്മത്തിനുണ്ടായ നഷ്ടം എത്രയാണ്, പരീക്ഷണം എത്രയാണെന്ന് എന്റെ മരണം നിങ്ങൾ ഓർക്കണേ. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മുസീബത്ത് ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ حبيب رب العالمين. الصلاة والسلام عليك يا قائد الغر المحجلين. മുത്തനബി തങ്ങൾക്ക് ശേഷം സ്വഹാബിമാർ ഓരോരുത്തരായി ലോകത്തോട് വിട പറഞ്ഞതിൽ അത്ഭുതമുള്ള മരണമാണ് ഫാറൂഖ് തങ്ങളുടേത്, ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരുടേത്. അല്ലാഹു നമ്മുടെ മരണമൊക്കെ സന്തോഷത്തിലാക്കി തരട്ടെ. മരിക്കാൻ പോകുന്ന റൂമിലേക്കാണ് മഹാനായ മർഹൂം ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ എന്ന ലോകം കണ്ട പ്രഗൽഭനായ അലിമീങ്ങളിലും സാദാത്യങ്ങളിൽ പ്രഗൽഭൻ മഹാനായ ശംസുൽ ഉലമ ആ വഫാത്താകുന്ന റൂമിൽ കിടക്കുമ്പോഴല്ലേ പറഞ്ഞത്, എല്ലാവരും ഒന്ന് പുറത്തു പോവണം, ചില ആളുകൾക്ക് വരാൻ സ്ഥലം കൊടുക്കണം, പുറത്തു പോവണം. ഞങ്ങളെ പഠിപ്പിച്ച ഉസ്താദുമാരിൽ ഒരാൾ അന്ന് ശൈഖുനയുടെ കൂടെ റൂമിലുണ്ട്. നന്ദി ദാറുസ്സലാമിൽ പഠിച്ച ഉസ്താദിന്റെ ശിഷ്യനുണ്ട്, ശൈഖുനയുടെ ശിഷ്യനുണ്ട് അവിടെ. മഹാനവറുകൾ വഫാത്താകുന്ന സമയം എല്ലാവരോടും പുറത്തു പോവാൻ വേണ്ടി പറയുന്നു. ഇവിടെ ചില ആളുകൾ വരുന്നുണ്ട്, സ്ഥലം കൊടുക്കണം. അവർ മനുഷ്യരല്ല, അവർ ജിന്നുകളല്ല, അവരെ ശംസുൽ ഉലമക്കല്ലാതെ അവിടെ കാണാൻ പറ്റിയിട്ടില്ല. അത് അല്ലാഹുവിന്റെ മുഖറബീകളായ മാലാഖമാരുടെ ഹദ്റത്തായിരുന്നു. മാലാഖമാർ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് മുഅ്മിനീങ്ങൾക്ക് മലക്കുകളെ കാണാൻ കഴിയുമത്രേ മരണം ആസന്നമാകുമ്പോ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ഹസൻ ഇബ്നു അലി എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് കഴിഞ്ഞ് 150 കൊല്ലം കഴിഞ്ഞ് ലോകത്തോട് വിട പറഞ്ഞ മഹാൻ വഫാത്താകുന്ന അവസാനത്തെ സെക്കൻഡിലല്ലേ പറഞ്ഞത്, തന്റെ അനുജൻ അടുത്തുണ്ട്. വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ജ്യേഷ്ഠനോട് ചോദിച്ചു, അല്ലൈക്ക, എന്താ നിങ്ങൾ ഈ നേരത്തെ ഈ ഖുർആനിന്റെ ആയത്തോതാൻ കാരണം? ഇത് കൂലി കിട്ടാൻ ഓതുന്ന ഓത്താണോ? അതല്ല, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചവര് അംബിയാഇന്റെ കൂടെയാണ് നാളെ എന്ന് പറയുന്ന ഈ ആയത്തിൽ നിങ്ങൾ എന്തെങ്കിലും അർത്ഥം വെച്ചിട്ടുണ്ടോ? എന്താണ് ഇന്നേരം നിങ്ങൾ ഓതുന്നത്? ഞാനിത് വെറുതെ ഓതിയതല്ല. ബൽ അറാ റസൂലല്ലാഹ്, മുഹമ്മദ് നബിയെ ഞാൻ കാണുന്നു. യദ്ഹഖുലി, ഹബീബദാ എന്നോട് ചിരിക്കുന്നു, ഹബീബദാ എന്നോട് പുഞ്ചിരിക്കുന്നു. ഞാൻ റസൂലിനെ കാണുന്നിതാ. യുബശ്ശിറുനി ബിൽ ജന്ന, ഹസൻ ഇബ്നു അലി എന്ന ഈ മഹാനവറുകളോട് നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട്. ഹസൻ ഇബ്നു ഹയ്യ്, അൽ ഹസൻ ഇബ്നു ഹയ്യ് റളിയല്ലാഹു അൻഹു ആണിത്. മഹാനവറുകളോട് പറയുന്നു, യുബശ്ശിറുലി ബിൽ ജന്ന, എനിക്ക് സ്വർഗ്ഗമുണ്ടെന്ന് എന്നോടതാ എൻ്റെ റസൂൽ പറയുന്നു.
ഞാൻ ഹബീബിനെ കാണുന്നുണ്ട്, നബി എന്നോട് ചിരിക്കുന്നുണ്ട് എന്ന് മരണനേരത്ത് പറഞ്ഞ ഹിജ്റ 150 വഫാത്തായ മഹാൻ ഹസൻ ഇബ്നു ഹയ്യ് റളിയല്ലാഹു അൻഹു അറൽ മലായിക, മലക്കുകളെ ഞാൻ കാണുന്നുണ്ട്, വഅറൽ ഹൂറൽ ഈൻ, സ്വർഗീയമായ അനുഗ്രഹങ്ങളെ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ദുനിയാവിൽ വെച്ച് കണ്ടു. അല്ലാഹുവേ, അങ്ങനെ സന്തോഷത്തോടെ യാത്ര പറയാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്കും നൽകണേ തമ്പുരാനെ. ദുനിയാവിൽ ഒച്ചപ്പാടുകളെ കൊണ്ട് കാര്യമായില്ല, ബഹളങ്ങളെ കൊണ്ട് കാര്യമായില്ല. നമ്മളുണ്ടാക്കുന്ന സ്ഥാപനമോ നമ്മുടെ പ്രസ്ഥാനമോ നമ്മുടെ കഷ്ടപ്പാടുകളോ അധ്വാനമോ എല്ലാം സ്വീകരിക്കപ്പെട്ടോ എന്നറിയുന്ന നേരം അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നമ്മൾ യാത്ര തിരിക്കുന്ന സമയമാണ്. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് വുദൂഓടുകൂടെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിന്ന് നല്ല റാഹത്തോടെ മരിക്കാൻ കഴിഞ്ഞ ആളുകൾക്കല്ലേ രക്ഷപ്പെട്ടു എന്ന് സമാധാനിക്കാൻ കഴിയൂ. അവിടെയല്ലേ രക്ഷപ്പെട്ടു എന്ന് പറയാൻ കഴിയൂ. നിശാന മർദ മുഅ്മിൻ ഗോയം, മുഅ്മിനായ മനുഷ്യന്റെ അടയാളം എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞു തന്നോട്ടെ. ആരാണ് സത്യവിശ്വാസി, ആരാണ് മുഅ്മിൻ, എവിടെയാണ് രക്ഷപ്പെട്ടു എന്ന് പറയാൻ കഴിയുന്നത്, എപ്പോഴാണ് രക്ഷപ്പെട്ടെന്ന് പറയാൻ കഴിയുന്നത്? മരിക്കുമ്പോൾ ചുണ്ടുകളിൽ ആർക്കാണോ പുഞ്ചിരിയുള്ളത് അവരല്ലേ മുഅ്മിൻ. ജീവിതകാലം മുഴുവൻ എന്ത് ചെയ്തിട്ടെന്താണ്? മരിക്കുന്ന സക്കറാത്തിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ എത്ര വലിയ ദൗർഭാഗ്യവാൻ. മയ്യത്ത് കുളിപ്പിച്ചിട്ട് സുമുഖനായ ചെറുപ്പക്കാരൻ, നല്ല യുവാവ് ഒരു ആക്സിഡന്റിൽ മരിച്ചിട്ട് മയ്യത്ത് കുളിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മയ്യത്തിന്റെ മീതെ വെള്ളം ഒഴിച്ചപ്പോഴേക്കും ആ മയ്യത്ത് കറുകറുത്ത കരിക്കട്ട പോലെ കരിഞ്ഞു പോയിട്ടുണ്ട്. സമകാലികരായ അലിമീങ്ങൾ, ജീവിച്ചിരിപ്പുള്ള അലിമീങ്ങൾ കണ്ണുകൊണ്ട് കണ്ട ആളുകൾ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. മയ്യത്ത് കറുത്തിരുണ്ടുപോയി, മയ്യത്തിൽ നിന്ന് ദുർഗന്ധം വരാൻ തുടങ്ങി. എന്തേ കാരണം? ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, നിസ്കരിക്കാറില്ലായിരുന്നു. നിസ്കാരം എന്ന സംഭവമേ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. അറിയാത്തത് കൊണ്ടല്ല, പഠിക്കാത്തത് കൊണ്ടല്ല, കൈകാലുകൾ അള്ളാഹുവിന് വേണ്ടി വഴങ്ങാൻ ഒരുക്കമായിരുന്നില്ല. ബൈക്കിൽ ഓടിച്ചിട്ടുണ്ട്, കാറിൽ ഓടിച്ചിട്ടുണ്ട്, സ്പോർട്സിന് പോയിട്ടുണ്ട്, ആനന്ദങ്ങൾക്ക് പോയിട്ടുണ്ട്, ക്ലബിന്റെ ഒരുപാട് സജീവ പ്രവർത്തകനാണ്. പക്ഷേ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ സൗഭാഗ്യം കിട്ടാത്ത മനുഷ്യൻ, നല്ല വെളുവെളുത്ത ചെറുപ്പക്കാരനായ മനുഷ്യൻ, ആ കുളിപ്പിക്കുന്ന വെള്ളം ഒഴിച്ചപ്പോഴേക്കും കരിക്കട്ട പോലെ കറുത്തുപോയത്. അല്ലാഹുവേ, ഹുസ്നുൽ ഖാതിമത്ത് നൽകണേ തമ്പുരാനെ, ഹുസ്നുൽ ഖാതിമത്ത് നൽകണേ തമ്പുരാനെ. എപ്പോഴും മദ്യഷാപ്പിലൂടെ കടന്നു പോകുന്നവർ, മദ്യം വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുന്നവർ, ATM-ന്റെ മുമ്പിൽ നിൽക്കുന്ന ക്യൂ പോലെ മദ്യഷാപ്പിന്റെ ബീവറേജിന്റെ മുമ്പിൽ മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ട് കുപ്പിയും വാങ്ങിച്ചിട്ട് നമ്മുടെ കേരളത്തിന്റെ അടുത്തുള്ള സ്ഥലങ്ങളിൽ വല്ല പോണ്ടിച്ചേരിയിലോ മാഹിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിലോ വളരെ കൂളായിട്ട് മദ്യത്തിന്റെ കുപ്പികൾ വീട്ടിൽ കൊണ്ടുവന്നും കൂട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ടും ആരാരും അറിയില്ലെന്ന് പറഞ്ഞ നൈറ്റ് ക്യാമ്പിങ്ങിന് പോയിട്ടും മദ്യപിച്ചിട്ട് വരുമ്പോ കള്ളു കുടിച്ച് മതോന്മത്തരായി ജീവിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ച് നാവിലും ചുണ്ടിലും ചുണ്ടിനടിയിലും ഇഞ്ചക്ഷനായിട്ടും അല്ലാതെയും മയക്കുമരുന്ന് ഉപയോഗിച്ചൊരു ചെറുപ്പക്കാരനോട് മരിക്കാൻ കിടക്കുന്ന സക്കറാത്തിൽ മോനെ ഒന്ന് കലിമ ചൊല്ലു മോനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ ആ ചെറുപ്പക്കാരന് കൊടുക്കാനുള്ള മറുപടി, നീ ആദ്യം കുടിക്ക് എന്നിട്ട് എനിക്ക് മതി, നീ ആദ്യം കുടിക്ക് എന്നിട്ട് എനിക്ക് മതി, നീ ആദ്യം കുടിക്ക് എന്നിട്ടേ ഞാൻ കുടിക്കൂ എന്ന് അവസാന വചനം ചൊല്ലി മരിക്കാനുണ്ടായ കാരണം ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മമേതോ ആ കർമ്മത്തിലാണ് അല്ലാഹു തആല അവർക്ക് ആഖിബത്ത് കൊടുക്കുന്നത്. അല്ലാഹുമ്മ സുലിഹ്നാ വസുലിഹ് ശബാബനാ വസുലിഹ് ഉമ്മതനാ വഇമ്മതനാ യാ റബ്ബൽ ആലമീൻ. ഈ സമൂഹത്തിന്റെ യുവാക്കളെ യുവതികളെ നന്നാക്കണേ തമ്പുരാനെ, ഞങ്ങളെ നന്നാക്കണേ റബ്ബേ, ഇമാമുമാരെ ഇമ്മത്തുകളെ നന്നാക്കണേ റബ്ബേ, സാധാരണക്കാരെ നന്നാക്കണേ റബ്ബേ, സമ്പന്നന്മാരെയും പാവപ്പെട്ടവരെയും ഞങ്ങളുടെ സഹോദരിമാരെയും നന്നാക്കണേ തമ്പുരാനെ.